ഇന്ന് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത് ബുക്ക് ക്രിയേറ്റർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് എങ്ങനെ തയ്യാറാക്കാം എന്നതാണ്. അതിനുവേണ്ടി ആദ്യമായി ഗൂഗിളിൽ നിന്നും ബുക്ക് ക്രിയേറ്റർ സെർച്ച് ചെയ്യുക. തുടർന്ന് ബുക്ക് ക്രിയേറ്റർ ക്ലിക്ക് ചെയ്യുക. അതിനുശേഷം അത് ക്ലിക്ക് സൈൻ ഇൻ. ഇപ്പോൾ അവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, സൈൻ ഇൻ വിത്ത് മൈക്രോസോഫ്റ്റ്, സൈൻ ഇൻ വിത്ത് QR കോഡ് എന്ന് കാണാം. ആദ്യം നമ്മൾ ടീച്ചർ സൈൻ ഇനിലേക്ക് പോയിട്ട് സൈൻ ഇൻ വിത്ത് ഗൂഗിൾ, അക്കൗണ്ട് സെലക്ട് ചെയ്യണം. എൻ്റർ യുവർ പാസ്വേഡ്. ഇപ്പോൾ അവിടെ യുവർ അക്കൗണ്ട് ഈസ് നിയർലി റെഡി എന്ന് കാണാം. സോ വിച്ച് ഗ്രേഡ്സ് ഡു യു ടീച്ച്? അവിടെ നമുക്ക് 9th ഗ്രേഡ് സെലക്ട് ചെയ്യാം. 9th ഗ്രേഡ്. ദെൻ ക്ലിക്ക് നെക്സ്റ്റ്. വിച്ച് സബ്ജക്റ്റ് ഡു യു ടീച്ച്? സയൻസ് സെലക്ട് ചെയ്യാം. സയൻസ്. നെക്സ്റ്റ്. ക്ലിക്ക് നെക്സ്റ്റ്. ദെൻ ഗ്രേറ്റ്. നൗ നെയിം യുവർ ലൈബ്രറി എന്ന് കാണുന്നുണ്ട്. വാട്ട് വുഡ് യു ലൈക്ക് ടു കോൾ യുവർ ലൈബ്രറി? നമുക്കവിടെ 9th ഗ്രേഡ് എന്ന് ടൈപ്പ് ചെയ്യാം. നെക്സ്റ്റ്. സ്റ്റാർട്ട് മേക്കിംഗ് ഓസം ബുക്സ് എന്ന് കാണുന്നുണ്ട്. ക്ലിക്ക് നെക്സ്റ്റ്. ക്ലിക്ക് ടേക്ക് മീ ടു ലൈബ്രറി. ലെറ്റ്സ് ഡു ദിസ്. ഇപ്പോൾ നമുക്ക് പ്ലസ് ന്യൂ ബുക്ക് എന്ന ഒരു പേജിലേക്കാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഇനി നമ്മൾ പ്ലസ് ന്യൂ ബുക്ക് എന്ന് നമുക്കവിടെ കാണാം. അത് ക്ലിക്ക് ചെയ്യുക. പ്ലസ് ന്യൂ ബുക്ക്. അതിനുശേഷം നമ്മൾ ബുക്കിൻ്റെ ഷേപ്പാണ് സെലക്ട് ചെയ്യേണ്ടത്. ചൂസ് എ ബുക്ക് ഷേപ്പ് എന്നവിടെ കാണാം. നമുക്ക് പോർട്രേറ്റ് സെലക്ട് ചെയ്യാം. പോർട്രേറ്റ്. അതിനെ തുടർന്ന് കവർ പേജാണ് നമ്മൾ ഡിസൈൻ ചെയ്യേണ്ടത്. ഇനിയും കവർ എന്നവിടെ കാണാം. കവർ പേജ് എങ്ങനെ തയ്യാറാക്കാം എന്നുള്ളതാണ് നമ്മളവിടെ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി അതിൻ്റെ റൈറ്റ് സൈഡിൽ പ്ലസ് അത് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് മീഡിയ എന്ന് കാണാം. അവിടെ നമുക്ക് ചിത്രങ്ങൾ ഇമ്പോർട്ട് ചെയ്യാം. അതുപോലെ തന്നെ ക്യാമറ കൊണ്ട് വേണമെങ്കിൽ നമുക്ക് ക്ലിക്ക് ചെയ്യാം. അങ്ങനെ പല ഓപ്ഷൻസ് അവിടെ ഉണ്ട്. ടെക്സ്റ്റ് ടൈപ്പ് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഓഡിയോ വേണമെങ്കിൽ റെക്കോർഡ് ചെയ്യാനുള്ള അവസരങ്ങളുണ്ട്. അതുപോലെ ഷേപ്സ് കാണുന്നുണ്ട് റൈറ്റ് സൈഡിൽ. പല ഷേപ്സ് നമുക്കവിടെ വേണമെങ്കിൽ നമ്മുടെ കവർ പേജിൽ ആഡ് ചെയ്യാവുന്നതാണ്. തുടർന്ന് ഐ ഉണ്ട്. ഐ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നമുക്ക് കവർ പേജിന് പല കളർ കൊടുക്കാൻ സാധിക്കും. അതുപോലെ തന്നെ പല കാറ്റഗറീസ് അവിടെയുണ്ട്. കോമിക്സ്, പേപ്പറിൻ്റെ തന്നെ ഡിസൈൻസ് ഒക്കെ നമുക്ക് അവിടെ മാറ്റാൻ സാധിക്കും. പേപ്പറിൻ്റെ ഡിസൈൻസ് മാറ്റാൻ സാധിക്കുന്നുണ്ട്. ബോർഡർ കൊടുക്കാം. വേണമെങ്കിൽ നമുക്ക് പേപ്പറിന് ബോർഡർ മാത്രമായിട്ട് കൊടുക്കാം. അതുപോലെ പാറ്റേൺസ് കാണിക്കുന്നുണ്ട്. പല പാറ്റേൺസ് നമുക്ക് വേണമെങ്കിൽ കൊടുക്കാം. ടെക്സ്റ്റേഴ്സ് കാണിക്കുന്നുണ്ട്. അപ്പോൾ കവർ പേജ് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ അവിടെ ഡിസൈൻ ചെയ്യുന്നതിന് സാധിക്കും. ആദ്യമായിട്ട് നമുക്ക് ഒരു ചിത്രം, നമ്മുടെ കവർ പേജിന് ഒരു ചിത്രം വേണം. അതുകൊണ്ട് നമുക്ക് അത് പ്ലസ് മീഡിയയിലേക്ക് പോയതിന് ശേഷം ചിത്രം നമുക്ക് ഇമ്പോർട്ട് ചെയ്യാം. ക്ലിക്ക് ഇമ്പോർട്ട്. നമുക്ക് ഓൾറെഡി നമ്മൾ ഫയലിൽ സേവ് ചെയ്തിട്ടിരിക്കുന്ന ചിത്രങ്ങൾ വേണമെങ്കിൽ നമുക്ക് ഇതിനകത്ത് ചേർക്കാം. ഇപ്പോൾ ഇവിടെ ഗൂഗിളിൽ നിന്നും ഒരു ചിത്രം സെലക്ട് ചെയ്യാം. ഒരു പ്ലാന്റിൻ്റെ ചിത്രം അവിടെ നിന്ന് സെലക്ട് ചെയ്യാം. സെലക്ട്.
ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ആ ചിത്രം നമുക്ക് കുറച്ച് താഴേക്ക്, ആ പേപ്പറിൻ്റെ താഴേക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് ബുക്കിന് പേര് നൽകാവുന്നതാണ്. അതിനുവേണ്ടി നമുക്ക് ടെക്സ്റ്റ് സെലക്ട് ചെയ്യാം. ബയോളജി എന്ന് ടൈപ്പ് ചെയ്യാവുന്നതാണ്. സ്റ്റാൻഡേർഡ് 9 എന്നുകൂടെ ചേർക്കാം. തുടർന്ന് അതിൻ്റെ സൈസ് വലുതാക്കാം. ഫോണ്ടിൻ്റെ കളറ് വ്യത്യാസപ്പെടുത്താം. അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കളറും വ്യത്യാസപ്പെടുത്താവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് കളർ, അലൈൻമെൻറ്റും ഒന്ന് കറക്റ്റ് ചെയ്യാം. അത് കൃത്യമായി പേജിൻ്റെ സെൻറ്ററിൽ വരത്തക്കവണ്ണം നമുക്ക് പ്ലേസ് ചെയ്യാവുന്നതാണ്. ബുക്കിന് പേര് കൊടുക്കുമ്പോൾ ഓർക്കേണ്ട ഒരു കാര്യം, പേര് പേജിൻ്റെ മുകളിൽ ആകാം, അതുപോലെ തന്നെ പേജിൻ്റെ താഴെ വേണമെങ്കിലും ആകാം. അത് നിങ്ങളുടെ താല്പര്യമാണ്. ഇപ്പോൾ നമ്മുടെ കവർ പേജ് തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് ടെക്സ്റ്റിൻ്റെ അടുത്ത പേജിലേക്ക് പോകാം. അതിനുവേണ്ടി വലതുവശത്തുള്ള ആരോ മാർക്കിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നമുക്ക് പേജസ് 2 and 3 അവിടെ കാണാൻ സാധിക്കും. അതിനൊരു ബോർഡർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ബോർഡർ ഓൾറെഡി അവിടെ ഒരു ബോർഡർ കാണുന്നുണ്ട്. അതൊന്ന് മാറ്റി വേറൊരു ബോർഡർ നിങ്ങൾക്ക് കൊടുക്കാവുന്നതാണ്. ഇൻസേർട്ട് എ ബോർഡർ. ഓക്കെ, ഇപ്പം പേജിൻ്റെ ബോർഡർ അവിടെ തയ്യാറായി കഴിഞ്ഞു. ഇനി നമുക്ക് രണ്ടാമത്തെ പേജിലേക്കുള്ള മാറ്ററാണ് ചേർക്കേണ്ടത്. അതിനുവേണ്ടി ഒരു ഹെഡിങ് അവിടെ നമുക്ക് കൊടുക്കാം. ഇക്കോസിസ്റ്റം എന്ന് കൊടുക്കാവുന്നതാണ്. ഇക്കോസിസ്റ്റം. അതിൻ്റെ ഫോണ്ടിൻ്റെ വലിപ്പം കൂട്ടാം. അതുപോലെ തന്നെ ബാക്ക്ഗ്രൗണ്ട് കളർ കൊടുക്കാം. ഫോണ്ടിന് ഒരു കളർ കൊടുക്കാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ടിനും ഒരു കളർ കൊടുക്കാം. അതിനുശേഷം ഇക്കോസിസ്റ്റത്തിൻ്റെ നിർവചനമാണ് അവിടെ ചേർക്കേണ്ടത്. നിർവചനം അവിടെ ടൈപ്പ് ചെയ്ത് ചേർക്കണം. അക്കോർഡിംഗ് ടു ഡെഫിനിഷൻ ടൈപ്പ് ചെയ്തിട്ടുണ്ട്. സോ ക്ലിക്ക് ഡൺ. അത് കൃത്യമായിട്ട് രണ്ടാമത്തെ പേജിലേക്ക് പ്ലേസ് ചെയ്യണം. ലേശം കൂടെ താക്കാം. താഴോട്ട് ലേശം കൂടെ ആക്കാമെന്ന് എനിക്ക് തോന്നുന്നു. ലേശം കൂടെ താഴോട്ടാക്കാം. അത് ലെറ്റർ സൈസ് ഒന്ന് ബോൾഡ് ആക്കാവുന്നതാണ്. ബോൾഡ് ആക്കാം. ഓക്കെ, ഇനി നമുക്ക് മൂന്നാമത്തെ പേജിലേക്ക് പോകാം. മൂന്നാമത്തെ പേജിലേക്ക് കോമ്പോണൻസ് എന്ന് ഹെഡിങ് കൊടുക്കാവുന്നതാണ്. കോമ്പോണൻസ്. ക്ലിക്ക് ഡൺ. ലെറ്റർ ബോൾഡ് ആക്കാം. അതുപോലെ തന്നെ ഫോണ്ടിൻ്റെ കളർ മാറ്റാവുന്നതാണ്. ബാക്ക്ഗ്രൗണ്ട് കളറും മാറ്റാവുന്നതാണ്. എക്കോസിസ്റ്റത്തിലെ പ്രധാനപ്പെട്ട കോമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ് എന്നതാണ് മൂന്നാമത്തെ പേജിൽ ഇൻസേർട്ട് ചെയ്യാൻ പോകുന്നത്. അത് ഒരു ഓഡിയോയുടെ രൂപത്തിലാണ് ഇവിടെ ഇൻസേർട്ട് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതിനുവേണ്ടി നമുക്ക് ഓഡിയോ റെക്കോർഡ് ചെയ്യാം. ക്ലിക്ക് റെക്കോർഡ്. All ecosystems consist of two components, which are abiotic components and biotic components. Abiotic components are the non-living components of an ecosystem. The major abiotic factors are climatic and edaphic.
Biotic components include all living organisms. It includes producers, consumers, and decomposers. ഇപ്രകാരം നമ്മുടെ ഓഡിയോ റെക്കോർഡ് ചെയ്തതിന് ശേഷം യൂസ് റെക്കോർഡിംഗ്. ഇപ്പോൾ നമ്മുടെ ഓഡിയോ ഫയൽ മൂന്നാമത്തെ പേജിലേക്ക് അപ്ലോഡ് ആകുന്നുണ്ട്. അപ്ലോഡ് ആയതിനു ശേഷം നമുക്കവിടെ അത് പ്ലേസ് ചെയ്യാവുന്നതാണ്. ആ പേജിൻ്റെ സെൻട്രലായിട്ടത് പ്ലേസ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം നമുക്ക് കോമ്പോണൻറ്റ്സ് ഏതൊക്കെയാണ് എന്നുള്ളത് ഒന്ന് ടൈപ്പ് ചെയ്ത് ചേർക്കാം. സോ ടെക്സ്റ്റിലേക്ക് നമുക്ക് പോകാം. ടെക്സ്റ്റ് എബയോട്ടിക് കോമ്പോണൻറ്റ്സ് എന്ന് ടൈപ്പ് ചെയ്യാം. എബയോട്ടിക് കോമ്പോണൻറ്റ്സ്. ഇപ്പോൾ എബയോട്ടിക് കോമ്പോണൻറ്റ്സ്, ബയോട്ടിക് കോമ്പോണൻറ്റ്സ് എന്നിവ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞു. തുടർന്ന് ഹെഡിങ് ബോൾഡ് ആക്കിയതിന് ശേഷം അണ്ടർലൈൻ കൊടുക്കാവുന്നതാണ്. തുടർന്ന് ക്ലിക്ക് ഡൺ. ആ ടെക്സ്റ്റ് മൂന്നാമത്തെ പേജിൽ കൃത്യമായി പ്ലേസ് ചെയ്യാൻ നമുക്ക് നോക്കാം. അതിൻ്റെ സെൻട്രൽ തന്നെ കൃത്യമായി അത് പ്ലേസ് ചെയ്യുക. ഓക്കെ, ആ ഓഡിയോ ഫയൽ ലേശം കൂടെ സെൻട്രലാക്കിയതിന് ശേഷം ഓക്കെ, ഓഡിയോ ഫയലും അതിൻ്റെ ടെക്സ്റ്റും യഥാസ്ഥാനത്ത് തന്നെ പ്ലേസ് ആയിട്ടുണ്ട്. അതിനുശേഷം നമുക്കതിൻ്റെ കളർ ഒന്ന് മാറ്റാം. ടെക്സ്റ്റിൻ്റെ കളർ ഒന്ന് ചേഞ്ച് ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇപ്പോൾ അതിൻ്റെ കളർ ചേഞ്ച് ആയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ രണ്ടാമത്തെയും മൂന്നാമത്തെയും പേജ് അവിടെ കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. തുടർന്ന് നമുക്ക് നാലാമത്തെ പേജിലേക്ക് പോകാം. റൈറ്റ് സൈഡിൽ പ്ലസ് എന്നൊരു സിമ്പൽ കാണുന്നുണ്ട്. ക്ലിക്ക്. ഇപ്പോൾ നമ്മൾ അടുത്ത പേജിലേക്ക് എത്തിയിരിക്കുകയാണ്. പേജസ് 4 and 5 of 5. ഇനി നമ്മൾ നാലാമത്തെ പേജാണ് തയ്യാറാക്കേണ്ടത്. അതിനുവേണ്ടി നമുക്ക് ഒരു ബോർഡർ കൊടുക്കാം. ഓൾറെഡി നമ്മൾ ബോർഡർ സെറ്റ് ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് അവിടെ ബോർഡർ കാണാൻ സാധിക്കും. ഇനി നമുക്ക് നാലാമത്തെ പേജിലേക്ക് ചേർക്കേണ്ടത് ഫുഡ് ചെയിൻ ആണ്. ഫുഡ് ചെയിനിൻ്റെ ഒരു ചിത്രം നമുക്കവിടെ ചേർക്കാം. ഒരു ഹെഡിങ് അവിടെ ചേർക്കാവുന്നതാണ്. ആഡ് ഹെഡിങ്. സോ ടെക്സ്റ്റ് ഫുഡ് ചെയിൻ. നമ്മൾ ആദ്യം ചെയ്തതുപോലെ തന്നെ ഫോണ്ടിൻ്റെ വലിപ്പം കൂട്ടിയതിന് ശേഷം അതിൻ്റെ കളർ ചേഞ്ച് ചെയ്യാം. തുടർന്ന് ഒരു ബാക്ക്ഗ്രൗണ്ട് കളറും അവിടെ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇനി നമുക്ക് ഫുഡ് ചെയിനിന്റെ ഒരു ചിത്രമാണ് അവിടെ ചേർക്കേണ്ടത്. ഗോ ടു പ്ലസ്, ക്ലിക്ക് ഇമ്പോർട്ട്. തുടർന്ന് നമുക്ക് ചിത്രം ഗൂഗിളിൽ നിന്നും സെർച്ച് ചെയ്ത് കണ്ടുപിടിക്കാം. അല്ലെങ്കിൽ നമ്മൾ ഓൾറെഡി സേവ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഫയലിൽ നിന്ന് നമുക്കത് എടുക്കാവുന്നതാണ്. ഇവിടെ ഞാൻ ഫയലിൽ നിന്നാണ് ഒരു ചിത്രം എടുക്കുന്നത്. ഓൾറെഡി ഞാനത് സേവ് ചെയ്തിട്ടുണ്ട്. ഓപ്പൺ. ഫയൽ അപ്ലോഡിംഗ് എന്ന് കാണിക്കുന്നുണ്ട്. ചിത്രം ഒന്ന് ചെറുതാക്കിയതിനു ശേഷം നാലാമത്തെ പേജിൽ അത് കൃത്യമായി പ്ലേസ് ചെയ്യാവുന്നതാണ്. തുടർന്ന് അഞ്ചാമത്തെ പേജിലേക്ക് നമുക്ക് പോകാം. അഞ്ചാമത്തെ പേജിൽ ഫുഡ് വെബ് എന്ന് ഒരു ഹെഡിങ് കൊടുക്കണം. ഫുഡ് വെബ്. അതിനും ഫോണ്ട് സൈസ് ഒന്ന് കൂട്ടാം. ബോൾഡ് ആക്കിയതിനു ശേഷം കളർ ചേഞ്ച് ചെയ്യാം. ബാക്ക്ഗ്രൗണ്ട് കളറിലും ഒരു വ്യത്യാസം വരുത്താവുന്നതാണ്. അതിനെ തുടർന്ന് ഫുഡ് വെബിന്റെ ഒരു ചിത്രമാണ് നമുക്ക് അവിടെ ചേർക്കേണ്ടത്. ക്ലിക്ക് ഇമ്പോർട്ട്. ഓൾറെഡി ഫയലിൽ
സേവ് ചെയ്തിട്ടിരിക്കുന്ന ഒരു ചിത്രം നമുക്ക് അവിടെ ചേർക്കാം. സെലക്ട് ഫുഡ് വെബ്, ഓപ്പൺ, ഫയൽ അപ്ലോഡിംഗ് ആവുന്നുണ്ട്. ചിത്രം ഒന്ന് ചെറുതാക്കുക. ചെറുതാക്കിയതിനു ശേഷം 5ാമത്തെ പേജിൽ അത് കൃത്യസ്ഥാനത്ത് തന്നെ നമുക്ക് പ്ലേസ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്കിന്റെ 4ാമത്തെയും 5ാമത്തെയും പേജ് തയ്യാറായി കഴിഞ്ഞു. ഇപ്പോൾ നമ്മുടെ 5 പേജുള്ള ഡിജിറ്റൽ ടെക്സ്റ്റ് ഇവിടെ തയ്യാറായി കഴിഞ്ഞു. തുടർന്ന് ലെഫ്റ്റ് സൈഡിൽ മുകളിലായിട്ട് പേജസ് നിങ്ങൾക്ക് കാണാം. പേജസ് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ തയ്യാറാക്കിയ മുഴുവൻ പേജും അവിടെ ഡിസ്പ്ലേ ആകും. അതിൽ ഓരോ പേജും നിങ്ങൾക്ക് സെലക്ട് ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. സെലക്ട് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് നിങ്ങൾക്ക് എന്തെങ്കിലും എഡിറ്റ് ചെയ്യണമെങ്കിൽ അതിനും നിങ്ങൾക്ക് സാധിക്കും. അതിനെ തുടർന്ന് റൈറ്റ് സൈഡിൽ റീഡ് ബുക്ക് എന്നൊരു ഓപ്ഷൻ കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്യാം. അവിടെ റീഡ് ടു മീ എന്ന് കാണുന്നുണ്ട്. റീഡ് ടു മീ, ക്ലിക്ക് റീഡ് ടു മീ. അപ്പോൾ അവിടെ ബുക്ക് വായിക്കുന്നതായി നമുക്ക് കേൾക്കാൻ സാധിക്കും. തുടർന്ന് അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ തന്നെ ഒരു ബോക്സ് കാണുന്നുണ്ട്. അത് ക്ലിക്ക് ചെയ്താൽ ഫുൾ സ്ക്രീൻ മോഡിൽ നമ്മുടെ ഡിജിറ്റൽ ടെക്സ്റ്റ് കാണാൻ നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ അവിടെ ഷെയർ ചെയ്യുന്നതിനുള്ള ഓപ്ഷനും ഉണ്ട്. ഷെയറിൽ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ നമുക്ക് പബ്ലിഷ് ഓൺലൈൻ, ഡൗൺലോഡ് ആസ് ഇ ബുക്ക്, പ്രിന്റ് എന്നീ ഓപ്ഷൻസ് കാണാം. നിങ്ങൾക്ക് ബുക്ക് പബ്ലിഷ് ചെയ്യാം, അതുപോലെ തന്നെ അത് ഡൗൺലോഡ് ചെയ്യാം, പ്രിന്റ് എടുക്കുന്നതിനും സാധിക്കും. അതിൻ്റെ റൈറ്റ് സൈഡിൽ, സ്ക്രീനിൻ്റെ റൈറ്റ് സൈഡിലായിട്ട് ഒരു ആരോ മാർക്ക് കാണുന്നുണ്ട്. റൈറ്റ് സൈഡിൽ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ബുക്കിൻ്റെ ഓരോ പേജും മറിയുന്നതായി നമുക്ക് കാണാം. സോ ബുക്കിൻ്റെ അവസാന പേജിലേക്ക് നമ്മൾ എത്തിക്കഴിഞ്ഞു. മനോഹരമായ ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്കാണ് നാം ഇവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. ബുക്ക് ക്രിയേറ്റർ എന്ന ആപ്ലിക്കേഷൻ ഉപയോഗിച്ച് ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കുന്നത് എങ്ങനെ എന്നാണ് ഇന്ന് നാം കണ്ടത്. നിങ്ങളുടെ സബ്ജക്റ്റിൽ നിന്നും കണ്ടന്റ് സെലക്ട് ചെയ്ത് ആവശ്യമായ ഇമേജസ്, ഓഡിയോസ്, വീഡിയോസ് എന്നിവയൊക്കെ ചേർത്തുകൊണ്ട് മനോഹരമായ രീതിയിൽ നിങ്ങൾക്കിത് ചെയ്യാൻ സാധിക്കും. തുടർന്ന് അത് ഷെയർ ചെയ്യുകയോ പ്രിന്റ് ഔട്ട് എടുക്കുകയോ ആവാം. ഈ രീതിയിൽ ഒരു ഡിജിറ്റൽ ടെക്സ്റ്റ് ബുക്ക് തയ്യാറാക്കാൻ എല്ലാവരും ശ്രമിക്കുക.